ഞങ്ങൾക്ക് റബ്ബർ കൃഷി ചെയ്യുന്നവർക്ക് മഴക്കാലത്തും മഴക്കാലത്തും തെളിവുള്ള ദിവസങ്ങളിൽ ടാപ്പിംഗ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ റെയിൻ ഗാർഡ് പിടിപ്പിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഇത് പിടിപ്പിച്ചിരിക്കുന്നു. ഈ പ്ലാസ്റ്റിക് പിടിപ്പിച്ചാൽ ഒരു കുറച്ച് ദിവസം കൂടുതൽ ടാപ്പിംഗ് കിട്ടും. മരത്തിന് പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിക്കണം. ഇത് മഴ വരുമ്പോൾ താഴ്ത്തിയിടണം. ഈ ഷീറ്റ് ഇതുപോലെ വലിച്ച് താഴ്ത്തിയിടണം. മഴേൻ്റെ സമയം എപ്പോഴും ഏത് സമയത്ത് മഴയുണ്ടാവുമെന്നൊക്കെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ വെതർ ആപ്പ് ഉണ്ടല്ലോ, കാലാവസ്ഥ എൻ്റെ ഒരു ആപ്പ് ഉണ്ടല്ലോ, അത് പ്രകാരം ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷീറ്റ് ആവശ്യമില്ലാതെ താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ പട്ടമരപ്പുണ്ടാവും, റബ്ബറിന് പട്ടമരപ്പുണ്ടാവും. ഇത് ഉയർത്തി വെക്കണം എപ്പോഴും. മഴയുള്ള സമയത്ത് മാത്രമേ താഴ്ത്തിയിടാൻ പാടുള്ളൂ. മഴ കഴിഞ്ഞ ഉടനെ അത് പൊക്കി വെക്കും. ഈ മഴ എത്ര മണിക്കൂറുണ്ടെന്ന് അറിയാനും എത്ര മില്ലിമീറ്റർ മഴ പെയ്യുമെന്ന് അറിയാനും ഉപകാരപ്പെടാറുണ്ട്. പിന്നെ കൂടുതലും ഞാൻ താമസിക്കുന്ന കണ്ണൂർ ജില്ലയിൽ പുളിങ്ങോം മലയോര പ്രദേശത്താണ്. ഇവിടെ എനിക്ക് 150 റബ്ബർ മരമുണ്ട്. ഈ 150 റബ്ബർ മരത്തിന് ഇതുപോലെ പ്ലാസ്റ്റിക് ഒട്ടിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒട്ടിച്ചത് മഴ വരുമ്പോൾ ഇതുപോലെ താഴ്ത്തിയിടും. മഴ കഴിയുമ്പോൾ ഇതുപോലെ മേലോട്ട് പൊക്കി വിടും. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മഴൻ്റെ ലക്ഷണമൊക്കെ കാണുമ്പോൾ മുൻകൂട്ടി 2 ദിവസം മുമ്പ് നമുക്ക് വിവരം അറിയുന്നുണ്ടല്ലോ. പിലിക്കോട് ഗവേഷണ കേന്ദ്രം മുഖേന നമുക്ക് അറിയുന്നുണ്ട് കാലാവസ്ഥ ഏത് തരത്തിലാവും, എത്ര മില്ലി മഴ പെയ്യും, എത്ര ദിവസം പെയ്യും. മുൻകൂട്ടി അതിൻ്റെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് ഗവേഷണ കേന്ദ്രം നമുക്ക് ഇന്ന് വലിയ ഉപകാരമാണ്.